അങ്ങനെ ആ പ്രസ് കോൺഫറൻസിന് ശേഷം ഹൻമോനി നേരെ ചെന്ന് ദോഹിക്കിനെ കാണുകയാണ്. നിങ്ങളൊക്കെ എന്താ എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇങ്ങനെ നേരെ എടുത്തടിച്ച് ചെന്നിട്ട് സോങ്ഷൻ ഗ്രൂപ്പിന് എതിരെ നിൽക്കാമെന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. സോങ്ഷൻ ഗ്രൂപ്പിലെ ചെയർമാൻ ഷിം എന്ന് പറയുന്നത് കേക്കാലം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ്. അയാളുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷനും മകൻ്റെ റെപ്യൂട്ടേഷനും വേണ്ടി അയാൾ ഏതറ്റം വരെയും പോവും. നിങ്ങൾ എന്ത് ഭാവിച്ചാണ് പ്രസ് കോൺഫറൻസിൽ അങ്ങനെയൊക്കെ കമ്പനിയുടെ കാര്യമൊക്കെ പറയാൻ പോയത്? പക്ഷെ ഹൻമോനി ഇങ്ങനെ പലതും പറഞ്ഞിട്ടും ദോഹിക്കിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു പ്രസ് കോൺഫറൻസിന് ശേഷം അയാളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനെ കുറിച്ച് ആലോചിച്ച് ഞാൻ ഇപ്പോഴേ എക്സൈറ്റഡ് ആണ്. അതിനുശേഷം ഹൻമോനി നേരെ ദോഹിക്കിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, ഞാൻ വിചാരിച്ചത് നിനക്കെന്നോട് ഇഷ്ടം ഉണ്ടായിരിക്കും എന്നൊക്കെയാണ്. അവളെ തള്ളി മാറ്റിയിട്ട് ദോഹിക്ക് പറയാണ്, നീ കാരണമാണ് ദാമിക്ക് ബോബിൾ എന്നൊരു പേര് വീഴാനായിട്ട് കാരണം. നിർഭാഗ്യവശാൽ അവൾക്ക് ആ ഒരു പേര് നൽകിയത് ഞാനായിപ്പോയി. അത് നീ കാരണമാണ് ആ തെറ്റുകളൊക്കെ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ദോഹിക്ക് അവിടെ നിന്ന് പോവാണ്. പിന്നീട് മാത്യുവിൻ്റെ ഓഫീസിൽ കങ്ങിനെയും മാത്യുവിനെയാണ് കാണിക്കുന്നത്. ആ ഒരു പ്രസ് കോൺഫറൻസിൽ വെച്ച് രാഹിയായിട്ടുള്ള എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞത് കങ്ങിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു അനൗൺസ്മെൻറ്റ് നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നതല്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ആ ഒരു കോൺഫറൻസിൽ വെച്ച് നടത്തിയത് എന്ന് ചോദിച്ചതാണ് കങ്ങ്. സത്യത്തിൽ റാഹിയുടെ അടുത്ത് ഇപ്പോഴും ചെറിയൊരു ഇഷ്ടം കങ്ങിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കങ്ങ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. കങ്ങ് കരുതുന്നത് ഈ ഒരു അനൗൺസ്മെൻറ്റോട് കൂടി റാഹിക്ക് ഇതുവരെ എന്തൊക്കെ കഷ്ടതകളുണ്ടോ അതിൽ കൂടുതൽ കഷ്ടതകൾ അവൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. മാത്യുവിന് ഇത് മനസ്സിലാവുന്നുമുണ്ട്. മാത്യു പറയാണ്, റാഹി അവളുടെ സ്വന്തം മോളായ ദാമിയോട് മാത്രമല്ല ചെയർമാൻ ബങ്ങിനെയും കൂടി കൊല്ലാനായിട്ട് ശ്രമിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് അവളുടെ അടുത്ത് ഇത്ര സിമ്പതി നീ കാണിക്കുന്നത്? സിമ്പതിയൊന്നുമല്ല, ആ ഒരു പ്ലാനിൻ്റെ ഭാഗമായിരുന്നില്ല ഈ ഒരു അനൗൺസ്മെൻറ്റ്. അതവിടെ നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്റ്റോക്ക് പ്രൈസസ് ഒക്കെ കൂടിയിട്ടുണ്ട്. ഈ ഒരു ഡയലോഗ് കേട്ടിട്ട് കങ്ങ് ശരിക്കും ഞെട്ടിപ്പോവാണ്. നീ ഇതൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? ആ സമയത്ത് ചെറിയായിട്ടൊരു ദേഷ്യത്തിൻ്റെ സ്വരത്തിൽ മാത്യു പറയാണ്, സോങ്ചൻ ഗ്രൂപ്പിനെതിരെ നമുക്ക് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ പൈസ വേണം. ഇപ്പോൾ തൽക്കാലമുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വെച്ച് നമുക്ക് അവർക്ക് എഗെയിൻസ്റ്റ് പോകാനായിട്ടുള്ള ശക്തിയില്ല. അത് നീ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളാം. അതിനുശേഷം മാത്യു ചോദിക്കുകയാണ്, നിനക്കിപ്പോഴും ആ റാഹിയോട് ഇഷ്ടമുണ്ട് അല്ലേ? കയ്യിലിരുന്ന ഗ്ലാസ് ഞെക്കി പൊട്ടിച്ചതിന് ശേഷം കങ്ങ് പറയാണ്, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ മാത്യു പറയാണ്, അങ്ങനെയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ദയവ് ഇതിൻ്റെ വഴിയിൽ നീ തടസ്സമാവാതിരിക്കുക. എൻ്റെ മോളെയും എൻ്റെ വൈഫിനെയും എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് നഷ്ടങ്ങളും കൂടി താങ്ങാനായിട്ടുള്ള ശേഷി എനിക്കില്ല. അതുകൊണ്ട് കേട്ടപ്പോൾ കങ്ങ് പറയാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്കുക. ദേഷ്യപ്പെട്ടതിന് മാത്യുവും സോറി പറയുന്നുണ്ട്. അങ്ങനെ മാത്യുവിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന കങ്ങ് അവിടെ റാഹിയെ കാണാണ്. അവളെ കണ്ട കങ്ങ് ചെറിയൊരു ഫ്ലാഷ് ബാക്കും കൂടി ആലോചിക്കുകയാണ്. അവർ റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു കാണിച്ചിരുന്നത്. കങ്ങ് അവൻ്റെ ഗാങ്സ്റ്റർ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് റാഹി വന്നതിന് ശേഷം കങ്ങിനിട്ട് അടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞതെന്ന്. അവരുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം കങ്ങ് ഏതോ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് റാഹിയോട് കള്ളം പറഞ്ഞിട്ടായിരുന്നു അവളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നത്. പക്ഷേ കങ്ങ് ഒരു ഗാങ്സ്റ്റർ ആണ് എന്നുള്ളൊരു കാര്യം കൂടി റാഹി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞ റാഹി ഇപ്പോൾ വന്ന് ദേഷ്യം തീർക്കാൻ വന്നിരിക്കുകയാണ്. ഇതേ ഗാങ്സ്റ്റേഴ്സ് കൊണ്ടാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. അതേ ഗാങ്സ്റ്റേഴ്സിൽ ഒരാളാണ് നീ എന്നറിഞ്ഞപ്പോൾ എനിക്ക് എത്ര സങ്കടമായി എന്നറിയോ? കങ്ങ് കുറേ റാഹിയുടെ അടുത്ത് സോറി പറയുന്നുണ്ട്. അങ്ങനെ ഫ്ലാഷ് ബാക്കിന് ശേഷം പ്രസൻറ്റിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന റാഹി കങ്ങിനെ ക്രോസ് ചെയ്ത സമയത്ത് മനസ്സിലാലോചിക്കുകയാണ്, എനിക്കറിയാം നിങ്ങൾക്കൊരിക്കലും എന്നെ മറക്കാൻ സാധിക്കില്ല എന്ന്. അങ്ങനെ തൻ്റെ ഓഫീസിൽ നിന്ന് മോനെ പുറത്തിറങ്ങുന്ന സമയത്ത് കുറേ റിപ്പോർട്ടേഴ്സ് വന്നിട്ട് അവളെ വളയുകയാണ്. ആ റിപ്പോർട്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ അവളുടെ അമ്മ നിൽപ്പുണ്ടായിരുന്നു. അമ്മ മോനിനെ കണ്ട സന്തോഷത്തിൽ ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അവർ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരുന്നു തമ്മിൽ കാണുന്നത്. അങ്ങനെ ചുറ്റും നിന്നവരെല്ലാം മോനയുടെ അമ്മയുടെ മുഖം ശ്രദ്ധിക്കുകയാണ്. ആ ഒരു ആളുടെ മുഖം വെച്ചിട്ട് ഇതാണ് ഹൻമോനിയുടെ യഥാർത്ഥ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ന്യൂസ് പടർന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് എല്ലാവരും കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ്. ഇവർ ഹൻമോനിയുടെ അമ്മയാണോ, ഇവരെന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ആ ഒരു റിപ്പോർട്ടേഴ്സ് ചോദിക്കുകയാണ്. ആ സമയത്ത് മോനയുടെ അമ്മ സൈൻ ലാംഗ്വേജിൽ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷേ അവിടെ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഹൻമോനിക്കല്ലാതെ വേറെ ആർക്കും സൈൻ ലാംഗ്വേജ് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൻമോനിയുടെ അമ്മ പറയുന്നത് ഹൻമോനി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ബാക്കിയുള്ളവർക്ക്. ഈ സ്ത്രീ എൻ്റെ അടുത്ത് നന്ദി പറയാനായിട്ട് വന്നതാണ്. ഇവരുടെ കുടുംബത്തിന് ഞാൻ ഒരുപാട് ഡൊണേഷൻ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അതിന് നന്ദി പറയാനായിട്ടാണ് ഇവരിവിടെ വന്നത്. ഇത്രയും ആ ഒരു കൂടി നിന്ന ആൾക്കാരുടെ അടുത്ത് മോനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മോനിയോടായിട്ട് അവളുടെ അമ്മ പറയുകയാണ്, നീ എന്നെപ്പറ്റി ഓർത്ത് വിഷമിക്കണ്ട, നിൻ്റെ ജീവിതത്തിൽ നിന്ന് നീ എന്നെ വലിച്ചെറിഞ്ഞോളൂ, എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു അമ്മ അവിടെ നിന്ന് നടന്നു പോവാണ്.
അങ്ങനെ വഴിമാറി നടന്നു പോകുന്ന ആ ഒരു അമ്മയെ കണ്ടിട്ട് മോനയുടെ സഹോദരങ്ങൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഓടി വന്നിട്ട് അമ്മയെ തിരിച്ചു വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. മോനെ അവളുടെ സ്വന്തം അമ്മയ്ക്ക് നൽകിയ ആ ഒരു അവഗണന അവർക്ക് പോലും സഹിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് തിരിച്ചു പോകാനായിട്ട് മോനയുടെ അമ്മ അവരുടെ അടുത്ത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അവൾ 12 വയസ്സ് മുതൽ നമുക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അവൾക്ക് കടപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ അവളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കൊടുക്കണം. അവൾ അവളുടെ ജീവിതം ജീവിക്കട്ടെ. നമ്മളിനി ഒരിക്കലും അവളുടെ ജീവിതത്തിൽ ഒരു ഭാരമായിട്ട് തുടരാനായിട്ട് പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ട് മോനയുടെ അമ്മ അവിടെ നിന്ന് നടന്നു പോവാണ്. പക്ഷേ എന്നിട്ടും മോനയുടെ സഹോദരൻ ഹൻസോന് അവളുടെ അടുത്തുള്ള ദേഷ്യം മാറിയിട്ടുണ്ടായിരുന്നില്ല. അവൻ നേരെ മോനയുടെ ഫ്രണ്ട് യൂജിനെ വിളിച്ചിട്ട് മോനയുടെ പ്രോജക്റ്റിൽ അവനൊരു റോള് വേണം എന്ന് ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം തൻ്റെ ഓഫീസിലേക്ക് വന്ന ജിൻമോ അവിടുത്തെ കാഴ്ച കണ്ടിട്ട് ഞെട്ടിപ്പോവാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞ് ആകെ നശിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു കങ് എന്നിട്ട് ജിൻമോയുടെ അടുത്ത് പറയാണ്, ഇനി ഈ ഓഫീസിലെ മുതലാളി ഞാനാണ്. എൻ്റെ അനുവാദം ഇല്ലാതെ ഒരു പൈസ പോലും ഇവിടുന്ന് എടുക്കാമെന്ന് നീ വിചാരിക്കണ്ട. ഇത് കേട്ടിട്ട് ആകെ ദേഷ്യം വന്ന ജിൻമോ കങ്ങിനെ അടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കങ് ജിൻമോനെ തിരിച്ച് അടിച്ച് നിലത്തിടാണ്. അതിനുശേഷം കങ് ജിൻമോയുടെ അടുത്ത് പറയാണ്, എനിക്കറിയാം പ്രോസിക്യൂട്ടർ ജീമാൻ്റെ മരണത്തിൽ നിനക്ക് എന്തോ ഒരു പങ്കുണ്ട്. നീ അയാളെ കണ്ടിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞു. ജീമാൻ ആ ഒരു കെയുടെ വലങ്കയായിട്ട് പോലും കെ അവനെ കൊന്നു കളഞ്ഞു. അതിനർത്ഥം കെയുടെ എന്തോ വലിയൊരു ബലഹീനത ജീമാൻ അറിഞ്ഞിട്ടുണ്ട്. ഇതിന് മറുപടിയായിട്ട് ജിൻമോ ഒന്നും പറയുന്നില്ല, പക്ഷെ ഒന്ന് ആലോചിക്കുന്നുണ്ട്. ജീമാൻ്റെ അടുത്ത് അന്ന് ജിൻമോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കെ ആയിട്ട് ദോഹ്യുക്കിന് എന്തോ ഒരു ബന്ധമുണ്ട്, കെ ദോഹ്യുക്കിനെ വല്ലാണ്ട് പേടിക്കുന്നു എന്നൊക്കെ. ആ ഒരു സീൻ ജിൻമോ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഓഫീസിൽ നിന്ന് പോകാനായിട്ട് ജിൻമോ ഇറങ്ങി കാറിൽ കയറിയ സമയത്ത് കെ ആ ഒരു കാറിൽ ജിൻമോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ജിൻമോയുടെ കഴുത്തിന് കയറി പിടിച്ച ശേഷം കെ പറയാണ്, ആ കങ് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അവൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും നീ എന്നെ അറിയിക്കണം എന്ന് പറയാണ്. അതിനുശേഷം ഹന്നനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്ന പങ്ങിനെയാണ് കാണിക്കുന്നത്. പങ്ങി വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഓൾറെഡി ജിൻമോ വന്നിട്ട് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവസാനം പങ്ങിയുടെ അടുത്ത് ജിൻമോ ആ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്, അതായത് ഹന്നയുടെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്നുള്ള സത്യം. ഹന്ന ഹൻമോനയുടെയും കൂടാതെ സൊങ്ഷൻ ഗ്രൂപ്പിലെ ചെയർമാൻ ഷിമ്മിൻ്റെ ഏക മകനായ ഷിം ജുൻ സോക്കിൻ്റെയും മകളാണ് എന്നൊരു കാര്യം പങ്ങിയുടെ അടുത്ത് ജിൻമോ ഫൈനലി വെളിപ്പെടുത്തുകയാണ്. അതിനുശേഷം വീട്ടിലേക്ക് വരുന്ന റാഹിയാണ് കാണിക്കുന്നത്. റാഹി വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഹൻമോനെ കാണുകയാണ്. ഹൻമോനെ ശരിക്കും കുടിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് ഒക്കെ ഒരു അവസ്ഥയിലായിരുന്നു ഇരുന്നത്. ഹൻമോനെ റാഹിനെ കണ്ടപ്പോൾ റാഹിയുടെ അടുത്ത് പറയാണ്, ഞാൻ എത്രയും പെട്ടെന്ന് കെയുടെ അടുത്ത് ചെന്ന് പറയും ആ ഒരു മാത്യുവിനെയും കങ്ങിനെയും കൊടുത്ത് ദോഹിക്കിനെയും കൊന്നുകളയാൻ. ഞാൻ പറഞ്ഞാൽ കെ കേൾക്കാതിരിക്കില്ല എന്ന് പറയാണ്. ആ സമയത്ത് റാഹി പറയാണ്, നീ എന്നെ പൊട്ടിയാണോ? 5 വർഷം മുന്നേ ആ ഒരു കെ നിന്നെ ഉപേക്ഷിച്ചതാണ്, നിനക്ക് എന്നെ ഇതുവരെ അത് മനസ്സിലായില്ലേ? ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ഹൻമോണി നേരെ അവളുടെ റൂമിലേക്ക് കയറി പോവുകയാണ്. അവൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. റൂമിൽ ചെന്നിട്ട് തൻ്റെ ഫോൺ നോക്കുന്ന ഹൻമോനെ കാണുകയാണ്. കെയുടെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഹൻമോനയുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കങ് പങ്ങിയുടെയും ഹന്നയുടെയും കാര്യമൊക്കെ അന്വേഷിക്കാനായിട്ട് ദോഹ്യുക്കിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ദോഹ്യുക്ക് അതുകൊണ്ട് തന്നെ പങ്ങി താമസിച്ചിരുന്ന ആ ഒരു ഫ്ലാറ്റിലേക്ക് വരികയാണ്. അവിടേക്ക് വരുന്ന ദോഹ്യുക്ക് കാണുകയാണ് ആ ഒരു ഫ്ലാറ്റ് മൊത്തത്തിൽ തന്നെ അവിടെ അവർ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം കങ്ങിനെ വിളിച്ചിട്ട് ദോഹ്യുക്ക് അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ വെച്ച ശേഷം കങ് ആലോചിക്കുകയാണ്, അപ്പോൾ ഹന്ന ശരിക്കും ആരുടെ മകളായിരിക്കും എന്നുള്ളത്. അങ്ങനെ കെ അയച്ചു കൊടുത്ത ആ ഒരു അഡ്രസ്സിലേക്ക് മോനെ വരികയാണ്. അവിടെ ചെന്ന് നോക്കിയ മോനെ കാണുകയാണ് അവരൊരു പാർട്ടി നടക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു പാർട്ടിയിലെ ഇടയിലേക്ക് കയറി ചെന്ന ഹൻമോനയുടെ പുറകിലായിട്ട് കെ പെട്ടെന്ന് വന്ന് നിൽക്കുകയാണ്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു ഹൻമോനെ. ഹൻമോനെ ആ സമയത്ത് പറയാണ്, ഞാൻ അപകടത്തിലാണ്. ആ ഒരു മിസ്റ്റർ ലീയുടെ കൈ കൊണ്ട് ചാവാനായിട്ട് എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ എന്നെ രക്ഷിക്കില്ലേ? അപ്പോൾ കെ ഹൻമോനയുടെ ചെവിയിലായിട്ട് എന്തോ ഒന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുകയാണ് ഡോക്ടർ ചായെ ആ ഒരു ചെയർമാൻ സിമ്മിൻ്റെ പേഴ്സണൽ നഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതിനുശേഷം ചെയർമാൻ സിമ്മ വിളിച്ചിട്ട് നാം അവിടേക്ക് എത്തുകയാണ്. ചെയർമാന് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ നാം എന്ന് പറയുന്നത് സോളിലെ പോലീസ് ഓഫീസറായിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ നാമം പറയുന്നുണ്ട്, ഞാൻ സോൾ പോലീസ് ഓഫീസറായിരുന്നു, അവിടുന്ന് റിട്ടയർമെൻറ്റ് എടുത്തതാണ് എന്നൊക്കെ. പക്ഷേ ചെയർമാനിന് നാമിൻ്റെ പേരിൽ ചെറിയൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കള്ളം പറഞ്ഞു വന്നിരിക്കുന്നതാണോ എന്നൊരു സംശയം ചെയർമാന് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സംശയം മാറ്റാനായിട്ട് തന്നെ നാം നേരെ ചെയർമാൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യ കത്തിയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ട ആ ഒരു രാത്രി കൊന്നയാളുടെ മുഖം നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അങ്ങനെ അന്ന് രാത്രിയിലത്തെ കാര്യങ്ങൾ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് പോലെ ഓർക്കാണ് ചെയർമാൻ. ആ ഒരു രാത്രിയിൽ കട്ടിൻ്റെ പിന്നിലിരുന്ന ആ ഒരു കൊലയാളിയുടെ മുഖം ചെയർമാൻ കണ്ടിരുന്നു. പക്ഷേ ആ ഒരാൾ ചെയർമാൻ ഉദ്ദേശിക്കുന്ന ആളാണ് എന്നൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം തയ്യാറല്ലായിരുന്നു.
അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റ് ആലോചിച്ച് ചെയർമാന് ദേഷ്യം വരികയാണ്. നാമിനോട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനായിട്ട് പറയുകയാണ്. നാം പറയാണ്, നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് സർ. സോങ്ഷിൻ ഗ്രൂപ്പിൽ എത്രയും പെട്ടെന്ന് ഒരു ആപത്ത് വരാനായിട്ടിരിക്കുന്നു, ജാഗ്രതയോടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് നാം അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സ്വന്തം വീട്ടിലിരുന്ന് ഒരു പുഷപ്പ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ദോഹ്യുക്കിനാണ് പിന്നീട് കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കണ്ണ് ആ ഒരു ഫ്യൂണറൽ ബോക്സിലേക്ക് പോയി. കങ്ങ് പറഞ്ഞ കാര്യങ്ങളും ആ ഒരു ഫ്യൂണറൽ ബോക്സ് തുറന്നു നോക്കണം എന്നൊക്കെ പറഞ്ഞ കങ്ങ് അവനെ ഉപദേശിച്ചതും ഒക്കെ അവന് ഓർമ്മ വരികയാണ്. അതുകൊണ്ട് തന്നെ അവൻ നേരെ എണീറ്റ് ആ ഒരു ഫ്യൂണറൽ ബോക്സ് തുറന്നിട്ട് ആ ഒരു ലെറ്റേഴ്സൊക്കെ നോക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെക്ക് അവന് പെട്ടെന്ന് ശ്രദ്ധിക്കുകയാണ്. അതെടുത്ത് നോക്കിയ സമയത്ത് അതിനുള്ളിൽ സോങ്ഷിൻ ഗ്രൂപ്പിൻ്റെ പേരാണ് കാണുന്നത്. ആ ഒരു പേര് കണ്ട ദോഹ്യുക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. എൻ്റെ അമ്മ അനിയനെയും കൊന്നത് പോരാഞ്ഞിട്ട് അവരുടെ ഫ്യൂണറലിലും ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു എന്നാലോചിച്ച് ദേഷ്യപ്പെടാണ് ദോഹ്യുക്ക്. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ ദോഹ്യുക്ക് നേരെ സോങ്ഷിൻ ഗ്രൂപ്പിലേക്ക് വിടാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ തട്ടി മാറ്റിയതിന് ശേഷം നേരെ ചെയർമാൻ ഷിമ്മിൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട്, എവിടെ നിങ്ങളുടെ മോൻ, അവനോട് എന്നെ വന്ന് കാണാൻ പറ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ചെയർമാൻ്റെ ആൾക്കാർ വന്നിട്ട് ദോഹ്യുക്കിനെ തടയാണ്. ചെയർമാൻ ഷിമ്മിൻ്റെ ഒരാൾ വന്നിട്ട് നേരെ ദോഹ്യുക്കിനെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം ബോധം കെടുത്തുകയാണ്. അങ്ങനെ ആൾക്കാർ നേരെ കെയുടെ മുന്നിൽ കൊണ്ട് ദോഹ്യുക്കിനെ ഇടുകയാണ്. കെ ദോഹ്യുക്കിനെ കണ്ടപാടെ ദേഷ്യപ്പെട്ടിട്ട്, നീ എന്ത് ധൈര്യത്തിൽ എൻ്റെ പേര് പറയും എന്നൊക്കെ ചോദിച്ചിട്ട് നല്ലതായിട്ട് ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷം കെ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കത്തി എടുത്തതിന് ശേഷം ദോഹ്യുക്കിൻ്റെ വയറ്റിലിട്ട് കുത്താണ്. അങ്ങനെ കുത്തിയിട്ട് കിടക്കുന്ന ദോഹ്യുക്കിനെ കണ്ടിട്ട് ഷിം ജുൻ സോക്ക് അഥവാ കെ അവിടെ നിന്നിട്ട് ചിരിക്കുകയാണ്. നിനക്കറിയോ എനിക്ക് നിൻ്റെ അടുത്ത് ഇത്രയ്ക്ക് ദേഷ്യം എന്തുകൊണ്ടാണെന്ന്? വെറുപ്പാണ് എനിക്ക് നിന്നോട്. ഇങ്ങനെ പറഞ്ഞിട്ട് അവനൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. സത്യത്തിൽ ഈ കെ എന്ന് പറയുന്നത് ചെയർമാൻ ഷിമ്മിൻ്റെ സെക്രട്ടറിയുടെ മകനായിരുന്നു. ഈ ഒരു ഷിം ജുൻ സോക്ക് വളരെ ചെറുതായിരുന്ന സമയത്ത് ഈ ഒരു സെക്രട്ടറി അവനെ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി ചെല്ലുകയാണ്. എൻ്റെ കുഞ്ഞിന് തീരെ വയ്യ, അവനെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാരുടെ കാല് പിടിക്കുകയാണ്. പക്ഷേ ഡോക്ടർമാർ ആ സമയത്ത് ചെയർമാൻ ഷിമ്മിൻ്റെ മകനെ പരിചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സെക്രട്ടറി കൊണ്ടുവന്ന കുഞ്ഞിനെ ഒന്ന് നോക്കാൻ പോലും അവരാരും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സ്വന്തം കുഞ്ഞിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടാനായിട്ട് ആ ഒരു ചെയർമാൻ്റെ കുഞ്ഞിനെ ആയിട്ട് മാറ്റി വെക്കുകയാണ് ആ ഒരു സെക്രട്ടറി. ചെയർമാൻ്റെ കുഞ്ഞ് കിടന്നിരുന്ന സ്ഥലത്ത് തൻ്റെ കുഞ്ഞിനെ കൊണ്ട് വെച്ചിട്ട് തൻ്റെ കുഞ്ഞായിട്ട് ചെയർമാൻ്റെ കുഞ്ഞിനെ എടുത്ത് മാറ്റുകയാണ് സെക്രട്ടറി. അങ്ങനെ ചെയ്തില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സെക്രട്ടറിയുടെ മകൻ മരിച്ചുപോയേനെ. അങ്ങനെ മാറ്റി കിടത്തിയത് കൊണ്ട് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ ആ കുട്ടി വളരുകയാണ് ചെയർമാൻ ഷിമ്മിൻ്റെ മകനായിട്ട് തന്നെ. അങ്ങനെ വലുതായ ജുൻ സോക്ക് ഒരു ദിവസം ചെയർമാൻ ഷിമ്മിൻ്റെ കൂടെ ഹോഴ്സ് റൈഡിങ്ങിനായിട്ട് പോവാണ്. ആ ഒരു കുതിര സവാരിക്കിടയിൽ ജുൻ സോക്കിന് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. ആ ഒരു ആക്സിഡൻറ്റിലൂടെ ഒരുപാട് ബ്ലഡും അവന് പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവന് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണ്. അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ ചെയർമാൻ ഷിമ്മ് മനസ്സിലാക്കുകയാണ് ഈ ഒരു ജുൻ സോക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനല്ല എന്നുള്ള കാര്യം. ആ ഒരു സത്യം അറിഞ്ഞതുകൊണ്ട് തന്നെ പിന്നീട് ജുൻ സോക്കിനോടുള്ള ചെയർമാൻ ഷിമ്മിൻ്റെ പെരുമാറ്റം നന്നായിട്ട് മാറുകയാണ്. ഇത്രയും നാളും സ്വന്തം മകനാണെന്ന് പറഞ്ഞ് സ്നേഹിച്ചുകൊണ്ട് വന്ന മകൻ സ്വന്തം മകനല്ല എന്നറിഞ്ഞ ആ ഒരു ഷോക്കിലാണ് ചെയർമാൻ ഷിമ്മ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരുന്നത്. ജുൻസോക്കിനായിട്ട് കൊടുത്തിരുന്ന കമ്പനിയുടെ ഷെയറൊക്കെ ചെയർമാൻ ഷിമ്മ തിരിച്ചെടുക്കുകയാണ്. ചെയർമാൻ ഷിം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയിലൂടെ തൻ്റെ സ്വന്തം മകൻ്റെ കാര്യം അന്വേഷിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സെക്രട്ടറി വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ യഥാർത്ഥ മകൻ നേരത്തെ തന്നെ മരിച്ചുപോയി എന്നുള്ളത്. ഇത് കേട്ടിട്ട് ചെയർമാൻ ഷിം വളരെയധികം സങ്കടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ചെയർമാൻ ഷിമ്മിൻ്റെ ഈ ഒരു മാതിരിയുള്ളൊരു ചെയർമാൻ ഷിമ്മിൻ്റെ ഇങ്ങനത്തെ പെരുമാറ്റം കാരണം ജുൻസോക്കിന് അദ്ദേഹത്തോട് വളരെയധികം ദേഷ്യം മനസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു അച്ഛൻ്റെ അടുത്ത് കിട്ടുന്ന അവഗണന മൂലമാണ് ജുൻസോക്കിൽ നിന്ന് അവൻ കെ ആയി മാറാനായിട്ട് കാരണമായത്. അങ്ങനെ ഷിം ജുൻസോക്ക് കാണിച്ചുകൊണ്ടിരുന്ന എല്ലാ ചീത്ത പ്രവർത്തികളും അറിഞ്ഞ അവൻ്റെ അമ്മ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അമ്മയുടെ മകനല്ല എന്നുണ്ടെങ്കിൽ അമ്മ എന്നെ ഉപേക്ഷിച്ച് കളയുമോ എന്ന് ജുൻസോക്ക് അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ നിന്നെ ഉപേക്ഷിക്കാനാണ്, നീ എൻ്റെ മകനല്ലേ. പക്ഷേ ഈ ഒരു വാക്കിൽ ജുൻസോക്കിന് അധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പറയുന്നത് ഒക്കെ കള്ളത്തിലാണ്, എല്ലാം മാറി, നിങ്ങളെല്ലാവരും എന്നെ ഇപ്പോൾ വെറുക്കുകയാണ്, പണ്ടത്തെ പോലെ ആരും തന്നെ എന്നെ സ്നേഹിക്കുന്നില്ല. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് അവൻ്റെ അമ്മയുടെ ആ ഒരു കൺട്രോൾ അങ്ങ് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോകണം, നീ ഇവിടെ കിടന്ന് ഇങ്ങനെ നശിക്കുന്ന കാണാനായിട്ട് ഞങ്ങൾക്ക് വയ്യ. ഇത് കേട്ട് ദേഷ്യപ്പെട്ടിട്ട് ജുൻസോക്ക് തിരിച്ചു പോകാൻ നേരത്ത് അവൻ്റെ അമ്മ പറയാണ്, ഇന്ന് മുതൽ നീ എൻ്റെ മകനല്ല. ഇത് കേട്ട ജുൻസോക്കിനെ ശരിക്കും അത്ര നേരം കൺട്രോൾ ചെയ്ത് നിന്ന ആ ഒരു ദേഷ്യം ഒക്കെ പുറത്തു വരികയാണ്. ചെയർമാൻ ഷിമ്മിൻ്റെ അവഗണന അത്രയ്ക്ക് അവൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അമ്മയുടെ ഈ ഒരു വർത്തമാനം കൂടെ കേട്ട അവന് ശരിക്കും ദേഷ്യമാവുകയാണ്. അങ്ങനെ ഒന്നും നോക്കാതെ ഒരു കത്തി എടുത്ത് സ്വന്തം അമ്മയെ അവൻ അവിടെ വെച്ച് കുത്തിക്കൊല്ലുകയാണ്. ഫ്ലാഷ് ബാക്കിന് ശേഷം കെയെ കാണിക്കുകയാണ്. കെ ദോഹ്യുക്കിനെ ആ അവസ്ഥയിൽ അവിടെ ഇട്ടേച്ച് പോവുകയാണ്.
അതിനുശേഷം റാഹിയാണ് കാണിക്കുന്നത്. സത്യത്തിൽ കുറച്ച് മുന്നേ ആ ഒരു കെയുടെ ഇൻവിറ്റേഷൻ കിട്ടിയ പ്രകാരം ഹൻമണി കെയെ കാണാൻ വന്ന സമയത്ത് റാഹി ഹൻമണിയെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തേക്ക് റാഹി എത്തുകയാണ്. അവിടെ കെയുടെ കാറ് കണ്ട സമയത്ത് അവൾക്ക് മനസ്സിലാവുകയാണ് കെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് കയറുന്ന റാഹി കാണുകയാണ് ഏതോ ഒരാൾ തൻ്റെ കയ്യിൽ പറ്റിയ ചോര കഴുകി കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടാതെ സൈഡിലേക്ക് നോക്കുന്ന റാഹി അവിടെ ദോഹ്യുക്ക് കുത്തേറ്റ് കിടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ഫ്രണ്ട്സിലും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.